ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 064/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കി പോവാം. അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രുദ്രദാമനെ കുറിച്ചുള്ള ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? രുദ്രാദാമൻ ആരാണ്? ഈ രുദ്രാദാമന് ശക രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു അല്ലെ രുദ്രാദാമൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. ഓരോ പ്രസ്താവനകളായിട്ട് നോക്കട്ടോ. ഓക്കെ, ഒന്നാമത്തത് ജുനാഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. രണ്ടാമത്തത് സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. മൂന്നാമത്തത് ശതകർണി ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഗൗതമിപുത്രന്റെ മകനായ വസിഷ്ഠപുത്ര പുലഭൂമിക്ക് അദ്ദേഹം തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഓക്കെ, ഇത്രയും പ്രസ്താവനകള് എന്താണ് രുദ്രാദാമനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അതൊക്കെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പറയുന്നതിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ഇവിടെ പുരാതന കൃതികളും അതുപോലെ അവയുടെ രചയിതാക്കളെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായി നൽകിയിരിക്കുന്ന ജോഡിയാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഇതിൽ തെറ്റായത് ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, അതായത് 3 മാത്രം എന്നുള്ളതാണ് കേട്ടോ. അതായത് സ്വപ്ന വാസവദത്ത ബാന എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ഇതെന്താണ് ആൻസർ? ബാസൻ ആണ് കേട്ടോ. സ്വപ്ന വാസവദത്ത രചിച്ചിട്ടുള്ളത് ബാസനാണ്, ബാസൻ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ്. വിക്രമാം ദേവചരിത ബിൽഹനാണ്. മട്ടവിലാസ മഹേന്ദ്ര വിക്രവർമ്മൻ. ദേവി ചന്ദ്രഗുപ്ത വിശാഖദത്ത. സ്വപ്നവാസദത്ത രചിച്ചത് അതാണ്, ബാസനാണ്. ബാണഭട്ടൻ രചിച്ചിട്ടുള്ള പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഹർഷചരിതവും അതുപോലെ കാദംബരിയാണ് കേട്ടോ. ഹർഷചരിതവും കാദംബരിയുമാണ് ബാണഭട്ടൻ രചിച്ചിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഹർഷചരിതവും അതുപോലെ കാദംബരിയും. സ്വപ്നവാസദത്ത രചിച്ചിട്ടുള്ളത് ആരാണ്? ബാസൻ. ഇനി മൂന്നാമത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉത്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉത്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? ഏതിലാണ്? ഓപ്ഷൻ സി മുദ്രാരാക്ഷസം കേട്ടോ. മുദ്രാരാക്ഷസം. നെക്സ്റ്റ്, പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് കേട്ടോ. അപ്പൊ പുരാതന സാഹിത്യത്തെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് കൊടുത്തത്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ്. ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ പുരാതന സാഹിത്യത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. സൂത്രങ്ങളും ശാസ്ത്രങ്ങളും ഒരുമിച്ച് സ്മൃതി എന്നറിയപ്പെടുന്നു. മാനവധർമ്മശാസ്ത്രം മനുവിന്റെ നിയമഗ്രന്ഥം എന്നും അറിയപ്പെടുന്നു. യാജ്ഞവൽക്യന്റെ നിയമപുസ്തകത്തിന്റെ വ്യാഖ്യാനമാണ് മിതാക്ഷരം. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെ കുറിച്ച് ഇനി പറയുന്നതിൽ ഏതാണല്ലേ ഏതെല്ലാമാണ് ശരിയല്ലാത്തത് കേട്ടോ. മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെ കുറിച്ചാണ് കൊടുത്തത്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ്, ശരിയല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ ഡി, അതായത് 4 മാത്രം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? എല്ലാ മൻസബ്ദാർമാരും ജാഗിർദാർമാരായിരുന്നു. ഔദ്യോഗികമായി തുല്യമായ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കിയവർ ജാഗിറിനെ മൻസാബ്ദാർ നിയമിച്ചു. ജാഗിറിന്റെ ഒരു ചെറിയ ഭാഗം ബലൂച്ച്, ഗക്കർ മേധാവികൾക്കും നൽകി. 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. പഠിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തതെന്നാണ്. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം മാത്രം. 3ഉം 4ഉം മാത്രമാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ഭാരത് മാത എന്നുള്ളതും സിറാജുദ്ദീൻ അഹമ്മദ്, അഞ്ജുമാൻ മുഹിബാൻ ഇ വദ് എന്നുള്ളതാണ് എന്ത് ശരിയായി പൊരുത്തം, അതായത് തെറ്റായിട്ടുള്ള ജോഡികൾ കേട്ടോ.
ഓക്കെ. ബാക്കിയുള്ളത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് എന്താണ് ടെനറ്റ്സ് ഓഫ് ദി ന്യൂ പാർട്ടി. ബാലഗംഗാധര തിലകന്റെ ഒരു കൃതിയാണിത് ടെനറ്റ്സ് ഓഫ് ദി ന്യൂ പാർട്ടി. ലാല ഹർകിഷൻ ലാലിന്റെ പത്രമാണ് ട്രിബ്യൂൺ കേട്ടോ, ട്രിബ്യൂൺ. ലാല ഹർകിഷൻ ലാലിന്റെ പത്രമാണ് ട്രിബ്യൂൺ. ഓക്കെ, ട്രിബ്യൂണിന്റെ പത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ലാല ഹർകിഷൻ ലാൽ കേട്ടോ. ഇവിടെ ലാലാ ലജ്പത് റായ് ഭാരത് മാത എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഭാരത് മാത എന്ന കൃതിയും അതുപോലെ സൊസൈറ്റിയും ഒക്കെ അജിത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ, അജിത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ സിറാജുദ്ദീൻ അഹമ്മദ് അഞ്ജുമാൻ ഇ മുഹിബാൻ ഇ വദൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതും തെറ്റായിട്ടുള്ളതാണ്. എന്താണ്, അജിത് സിംഗ് ആണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. സിറാജുദ്ദീൻ അഹമ്മദ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, അടുത്തത് ഏഴാമത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കാനാണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 3, 4, 1, 2 എന്നുള്ള എന്താണ് ഈ ഒരു ക്രമത്തിലാണ് വരുന്നത് കേട്ടോ. അതായത് 3 ക്രിപ്സ് മിഷൻ. ഓക്കെ, ക്രിപ്സ് മിഷൻ എന്താണ് 1942 1942 ക്രിപ്സ് മിഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അയച്ചതാണ് ക്രിപ്സ് മിഷൻ 1942. ഓക്കെ, അടുത്തത് ഏതാണ് വരുന്നത് ഷിംല സമ്മേളനമാണ് കേട്ടോ. ഷിംല സമ്മേളനം 1945 നടക്കുന്നത് ഷിംല സമ്മേളനം. അതുപോലെ ഇതിന്റെ എന്താണ് അടുത്തത് ഷിംല സമ്മേളനം. അടുത്തത് ഏതാണ് വരുന്നത്, അടുത്തത് RIN ലേളാണ് കേട്ടോ. അടുത്തത് RIN ലേൾ, അതായത് റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി എന്ന് പറയും. റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി എന്ന് പറയും. അത് 1946 നടക്കുന്നത് കേട്ടോ. 1946 ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരിയിൽ. ഓക്കെ, ഇതൊരു കലാപമാണ്. അതായത് മുംബൈയിൽ റേറ്റിംഗുകൾ, അതായത് കപ്പൽ പടയാളികൾ നടത്തിയ ഒരു കലാപമാണ് RIN ലഹള. അടുത്തത് ക്യാബിനറ്റ് മിഷൻ നമുക്കറിയാം 1946 പക്ഷെ എന്താണ് മാർച്ചിലാണ് അല്ലെ, മാർച്ച്. ഓക്കെ, അതായത് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനെത്തിയ ഒരു ദൗത്യമാണ്, അതായത് ബ്രിട്ടീഷുകാർ അയച്ച ഒരു ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ ആണ് വരുന്നത് കേട്ടോ, 3, 4, 1, 2. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, പ്രസ്താവന 2 കൊടുത്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. അപ്പൊ പ്രസ്താവനകൾ നോക്കാം. 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. പ്രസ്താവന 2, ചമ്പാരനിലെ കർഷകർ ടിൻകത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. ഓക്കെ, ഇതില് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതായത് പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മേൽപ്പറയുന്നവരിൽ ആരായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു ഗോത്ര നേതാക്കൾ എന്നാ ചോദിച്ചു കേട്ടോ. മേൽപ്പറയുന്നവരിൽ ആരായിരുന്നു അല്ല ആരൊക്കെയായിരുന്നു ഗോത്ര നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതില് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 5ഉം ആണ് കേട്ടോ. അതായത് സിഡോയും അതുപോലെ എന്താണ് ബിർസയാണ്, ബിർസ മുണ്ട. ഓക്കെ, സിഡോയും ബിർസയാണ് ഇത് ഗോത്ര നേതാക്കളായിട്ടുള്ളത് ഇവരില്. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തതെന്ന് കേട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്. ഓക്കെ, അപ്പൊ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് ശരിക്കും ആൻസർ ഓപ്ഷനിലില്ല. കാരണം ഇതില് എന്താണ് ശരിയല്ലാത്തത്, അതായത് തെറ്റായ പ്രസ്താവനകൾ 1ഉം 5ഉം ആണ് കേട്ടോ. 1ഉം 5ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഈ 1ഉം 5ഉം എന്നുള്ള ഓപ്ഷൻ എന്താണ് ഈ ഓപ്ഷനിലില്ല. 1ഉം 5ഉം എന്നുള്ളത് ഓപ്ഷനിലില്ല. അതുകൊണ്ട് ഇനി ഈ ഒരു ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കാം. സാമ്പത്തിക വികസനത്തിനായുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു എന്നുള്ളതും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കായുള്ള ഗാഡ്ഗിൽ യോജന ആരംഭിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, അപ്പൊ ബോംബെ പദ്ധതി 1944 അവതരിപ്പിക്കപ്പെട്ടത്. ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമല്ല കേട്ടോ. 44 അവതരിപ്പിക്കപ്പെട്ടത് ബോംബെ പ്ലാന്. ഇതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കായുള്ള ഗാഡ്ഗിൽ യോജന ആരംഭിച്ചു എന്നുള്ളതാണ് 5ാമത്തെ പ്രസ്താവന കേട്ടോ. ഇത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ് ഗാഡ്ഗിൽ യോജന.
അപ്പൊ 1ഉം 2ഉം ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 എന്താണ്? ഇത് മഹനലോമിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചു. റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു. ഇതൊക്കെ 2ാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, പഠിക്കണേ. അപ്പൊ ഇതിലേതാണ്? ഇതില് ആൻസർ ഇല്ല കേട്ടോ. 1ഉം 5ഉം ആണ് ശരിക്കുള്ളത്, തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 11ാമത്തേത് 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം എന്നാണ് കേട്ടോ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നേരിട്ട് കാരണമായ സംഭവമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1986 സംസ്ഥാന പുനഃസംഘടന ആക്ട് ആണ്. ഓക്കെ, അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? അപ്പൊ കേരളത്തിലെ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച ബില്ലാണ് വിദ്യാഭ്യാസ ബില്ല്. അതെന്താണ്? കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അതായത് സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാനായിരുന്നു കേട്ടോ. സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഒരു വിദ്യാഭ്യാസ ബില്ലിന്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? നമുക്കറിയാം ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് അല്ലെ. അടുത്തത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? ഏത് തിരുവിതാംകൂറിലെ ഏത് മഹാരാജാവാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്? ഏത് മഹാരാജാവാണ്? ഓക്കെ, നമുക്കറിയാം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആണ് കേട്ടോ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്തത് 16ാമത്തെ ഓക്കെ സോറി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുള്ളതെന്നാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? 1795 സ്ഥിരം ഉടമ്പടി എന്നുള്ളതാണ് കേട്ടോ. 1795 സ്ഥിരം ഉടമ്പടി അല്ലെങ്കിൽ തിരുവിതാംകൂർ ഉടമ്പടി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇതിലില്ല കേട്ടോ, ഓപ്ഷനില്ല. ഓക്കെ, ഓരോന്ന് നോക്കാം. മംഗലാപുരം ഉടമ്പടി എന്തായിരുന്നു? ഇത് ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളതാണ് കേട്ടോ. ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളായിരുന്നു മംഗലാപുരം ഉടമ്പടി. അത് ശ്രീരംഗപട്ടണം ഉടമ്പടി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരും തമ്മിലുള്ളായിരുന്നു അല്ലെ. മലബാറൊക്കെ എന്താണ്? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ശ്രീരംഗപട്ടണം ഉടമ്പടിയോടാണ്. അടുത്തത് മാവേലിക്കര ഉടമ്പടിയോ? അത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ളതാണ് കേട്ടോ. ഓക്കെ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ളതാണ്. ശരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് തിരുവിതാംകൂർ ഉടമ്പടി എന്നുണ്ട്. അതുപോലെ പിന്നെ എന്താണ്? 1795 സ്ഥിരം ഉടമ്പടി, ട്രീറ്റി ഓഫ് എന്താണ്? പെർപെച്വൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അലയൻസ് എന്നാണ് കേട്ടോ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? പ്രാഥമിക ലക്ഷ്യമാണ് ചോദിച്ചത് കേട്ടോ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യമായിരുന്നു കേട്ടോ. നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യമായിരുന്നു പ്രാഥമിക ലക്ഷ്യം, നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഓക്കെ, അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മതാനന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ് കേട്ടോ. അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ്. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സ്വാമി സത്യവ്രതനാണ് കേട്ടോ. സ്വാമി സത്യവ്രതനാണ്. ഓക്കെ, ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് കൊടുത്തത് ശ്രീനാരായണ ഗുരു എന്നുള്ളതായിരുന്നു. അപ്പൊ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. ശരിക്കും സ്വാമി സത്യവ്രതനാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ആര്? സ്വാമി സത്യവ്രതൻ.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 1908 മദ്രാസ് എസ്റ്റേറ്റ് ലാൻഡ് ആക്ടിൽ ഏത് പ്രത്യേക വകുപ്പാണ് അതിന്റെ മൊത്തത്തിലുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. 1908 മദ്രാസ് എസ്റ്റേറ്റ് ലാൻഡ് ആക്ടിൽ ഏത് പ്രത്യേക വകുപ്പാണ് അതിന്റെ മൊത്തത്തിലുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കിടപ്പുകൾക്ക് അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിന്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കട്ടോ. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാർ? വ്യാപാര കരാറാണ് ചോദിച്ചത്. കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിന്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് എന്താണ് പരോക്ഷമായി സംഭാവന നൽകിയത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാറാണ്. 1913 പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാറാണ് എന്തിനും ഈ ഒരു ഇതിന് കാരണമായിട്ടുള്ള കരാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണെന്നാണ് കേട്ടോ. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെ അല്ലെങ്കിൽ യോഗത്തിലൂടെയോ ആണെന്നാണ്. ഓക്കെ, ഓപ്ഷൻ ഡി, 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനട സമ്മേളനത്തിലാണ് കേട്ടോ. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ടി.കെ. മാധവൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഐത്തോച്ചാടന പ്രമേയത്തിലൂടെയാണ്. 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ടി.കെ. മാധവനാണ്. ഇതിലൂടെയാണ് ഈ ഒരു തൊട്ടുകൂടായ്മ എന്നുള്ള വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞത് ഇതിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1970കളിലെ പെന്റഗൺ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നു. 1970കളിലെ പെന്റഗൺ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നു രാജ്യങ്ങളാണ്. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് USA, USSR, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ യൂറോപ്പ് കേട്ടോ. ഇതാണ് ആൻസർ. 1970 പെന്റഗൺ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22, താഴെ പറയുന്നവയിൽ ഏതാണ് യൂറോപ്പിന്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് യൂറോപ്പിന്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ലോകാർണോ ഉടമ്പടിയാണ്. ലോകാർണോ ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനുള്ളതാണ് കേട്ടോ. ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഓക്കെ, ഇതില് ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ശരിയായിട്ടുള്ള ക്രമം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 1C, 2A, 3B, 4D എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ക്രമം. എന്താണ് ഗൈഡഡ് ഡെമോക്രസി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സുകാർണോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന സുകാർണോ നടപ്പിലാക്കിയ രാഷ്ട്രീയ സംവിധാനമാണെന്ത്? ഗൈഡഡ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഗൈഡഡ് ഡെമോക്രസി നടപ്പിലാക്കിയത് ആരാണ്? സുകാർണോ ആണ് കേട്ടോ. ഓക്കെ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന സുകാർണോ ആണ്. ഓക്കെ, ഇങ്ങനെ വരും. അടുത്തത് പുരോഗമന പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൂവ്മെന്റ് എന്ന് പറയും കേട്ടോ. പ്രോഗ്രസീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം ആരുടേതാണ്? പുരോഗമന പ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? USA ആയിട്ട് ബന്ധപ്പെട്ടാണ്. USA ആയിട്ട് ബന്ധപ്പെട്ടാണ് പുരോഗമന പ്രസ്ഥാനം. ഓക്കെ, അതായത് അമേരിക്കൻ ഐക്യനാടുകളിൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇതുപോലെ 20ാം നൂറ്റാണ്ടിന്റെ ഒക്കെ തുടക്കത്തിൽ എന്നൊരു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ഒരു പുരോഗമന പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അപകോളനീകരണമാണ്. അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ ഡീകോളനൈസേഷൻ എന്ന് പറയട്ടെ. അപകോളനീകരണം അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ ഇത് ബന്ധപ്പെട്ടത് ബുക്കാറിനു ആയിട്ടാണ് കേട്ടോ. ബുക്കാറിനു ആയിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബുക്കാറിൻ. ഓക്കെ, അപ്പൊ എന്താണിത്?
ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് കോളനികളിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക ചർച്ചകളിലൊക്കെ എന്താണ് നിക്കോളായ് ബുക്കാറിൻ പോലുള്ളവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ബുക്കാരിനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ഡീകോളനൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അപകോളനീകരണം എന്ന് പറയും. അടുത്തത് ഹക്ക് കലാപാണ്. അതായത് ഹക്ക് കലാപം ശരിക്കും എന്താണ് ഹുക്ക് കലാപാണ് കേട്ടോ. ശരിക്കും ഇത് ഹുക്ക് കലാപാണ്, ഹക്കല്ല. അപ്പൊ ഹുക്ക് കലാപം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫിലിപ്പീൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹുക്ക് കലാപം. ഓക്കെ, അതായത് എന്താണ് ഫിലിപ്പീൻസിലെ കർഷക കമ്മ്യൂണിസ്റ്റുകളൊക്കെ സർക്കാർ വിരുദ്ധമായി നടത്തിയ കലാപമാണിത് ഈ ഒരു ഹുക്ക് കലാപം. ഓക്കെ, അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1C 2A 3B 4D. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആഫ്രിക്കൻ ഐക്യ സംഘടനയുടെ ഉദ്ദേശം എന്താണെന്നാണ് കേട്ടോ. ആഫ്രിക്കൻ ഐക്യ സംഘടനയുടെ ഉദ്ദേശം എന്താണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ സി. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് ആഫ്രിക്കൻ ഐക്യ സംഘടന ഉദ്ദേശങ്ങളാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കോളോണിയലൈസത്തെ തുടച്ചു നീക്കുക, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുക, ആഫ്രിക്കൻ ജനതകൾക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ആഫ്രിക്കൻ ഐക്യ സംഘടനയുടെ ഉദ്ദേശങ്ങളിൽ പെട്ടതാണ് കേട്ടോ. അത് ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? ആരായിരുന്നു ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് വിശകലനം ചെയ്തത്? ആരാണ്? ഓപ്ഷൻ ബി ആണ്, ബെനഡിക്ട് ആൻഡേഴ്സൺ ആണ് കേട്ടോ. ബെനഡിക്ട് ആൻഡേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ യോം കിപ്പൂർ യുദ്ധം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് കേട്ടോ. യോം കിപ്പൂർ യുദ്ധം നടത്തിയത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ടാണ്. എന്താണ് ഈ ഒരു യോം കിപ്പൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1973 നടന്ന യുദ്ധമാണ് കേട്ടോ. 1973 നടന്ന യുദ്ധമാണ്. ഈജിപ്തും സിറിയയും ചേർന്ന് ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധമാണ് യോം കിപ്പൂർ യുദ്ധം. ആരൊക്കെ ചേർന്നാണ്? ഈജിപ്തും അതുപോലെ സിറിയയും ചേർന്ന് ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധമാണ് യോം കിപ്പൂർ യുദ്ധം. ഈ ഒരു 6 ദിവസത്തെ യുദ്ധമായിരുന്നു ഇത്. ഇതിലെന്താണ് ഇസ്രായേലിൽ നിന്ന് ഏതൊക്കെ പ്രദേശങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു 6 ദിന യുദ്ധത്തിലൂടെ? ഏതൊക്കെയാണ്? തങ്ങൾക്ക് നഷ്ടപ്പെട്ട സിനായി, അതുപോലെ പെനിൻസുലയും അതുപോലെ ഗോലാൻ കുന്നുകളൊക്കെ തിരിച്ചു പിടിച്ചത് ഈ ഒരു യുദ്ധത്തിലൂടെയാണ് കേട്ടോ. അപ്പൊ ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങളെ തിരിച്ചു പിടിക്കാനാണ് അതായത് സിറിയയും ഈജിപ്തും ചേർന്ന് ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധമാണ് യോം കിപ്പൂർ യുദ്ധം. 1973 കേട്ടോ. 27ാമത്തെ പ്രസ്താവന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്താനാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്താനാണ്. ഓക്കെ, ഇപ്പൊ 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നുള്ളതാണിത് ശരിയല്ലാത്തത്, അതായത് തെറ്റാണ്. ബാക്കിയൊക്കെ ഒന്ന് നോക്കാം. ഭാവിയിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ USA-യും USSR-ഉം തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയ ലൈൻ സ്ഥാപിച്ചതോടെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അവസാനിച്ചു. ശരിയാണ്. ആസ്ട്രോ ഹംഗേറിയൻ ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ബാൽക്കൻ ദേശീയത, അതുപോലെ ജപ്പാനിൽ വ്യവസായവൽക്കരണത്തിന്റെയും പാശ്ചാത്യവൽക്കരണത്തിന്റെയും തുടക്കം കുറിച്ചത് മേജി പുനഃസ്ഥാപനമാണ്. ഇപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഇതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് സിയാം ഫ്രഞ്ച് കോളനി ആയിരുന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കാരണം എന്താണ്? 19ാം നൂറ്റാണ്ടിൽ സിയാം, അതായത് ഇന്നത്തെ തായ്ലാന്റ് ആണ് കേട്ടോ സിയാം. അപ്പൊ ഇന്നത്തെ തായ്ലാന്റ്, അതായത് സിയാം ഒരിക്കലും ഒരു യൂറോപ്യൻ കോളനി ആയിരുന്നില്ല. അതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു സിയാം, അല്ലെങ്കിൽ തായ്ലാന്റ് കേട്ടോ. ഓക്കെ, സ്വതന്ത്ര രാജ്യമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ മുതലാളിത്തത്തെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ്? മുതലാളിത്തത്തെ കുറിച്ച് പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണെന്നാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അതായത് മൗറിസ് ഡോബ് ആണ് ആൻസർ. മൗറിസ് ഡോബ് ആണ് മുതലാളിത്തത്തെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട വ്യക്തി. അടുത്തത് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് കാലഗണനാക്രമത്തിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ്. ഓക്കെ, ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 2 1 4 3 എന്നുള്ളതാണ് കേട്ടോ. 2 1 4 3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് 2 1 4 3? അതായത് യൂറോപ്പിന്റെ സംഗീത കച്ചേരിയാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. യൂറോപ്പിന്റെ സംഗീത കച്ചേരിയാണ് ഫസ്റ്റ് വരുന്നത്. ഇത് ഏതാണ് വർഷം? ഏതാണ്? 1815 കേട്ടോ. 1815
പിന്നെ രണ്ടാമത് വരുന്നതോ മൺട്രോ സിദ്ധാന്തമാണ്. മൺട്രോ സിദ്ധാന്തം 1823 അതായത് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് മൺട്രോ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൺട്രോ സിദ്ധാന്തം 1823 അടുത്തത് വരുന്നത് ഏതാണ്? യങ് ഇറ്റലിയാണ് കേട്ടോ. യങ് ഇറ്റലി 1831 ഗിസപ്പെ മസീനിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. യങ് ഇറ്റലി എന്താണ്? യങ് ഇറ്റലി 1831 ഗിസപ്പെ മസീനി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അടുത്തതാണ് ലാസ്റ്റ് വരുന്നതാണ് സോൾവറിൻ. സോൾവറിൻ എന്താണ്? 1834 എന്താണ് പ്രഷ്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജർമ്മൻ കസ്റ്റംസ് യൂണിയൻ ആണ് കേട്ടോ. ജർമ്മൻ കസ്റ്റംസ് യൂണിയൻ ആണിത് ഈ ഒരു സോൾവറിൻ എന്ന് പറയുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? 30ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1B, 2A, 3D, 4C എന്നുള്ളതാണ് ആൻസർ. നമുക്ക് നോക്കാം എന്താണ് കൊടുത്തിട്ടുള്ളത്. അലക്സാണ്ടർ ഗർഷൻ ക്രോണ്. അലക്സാണ്ടർ ഗർഷൻ ക്രോണ് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനാണ് കേട്ടോ. സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം. അതായത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ കുറിച്ചുള്ള വിശകലനത്തിന് പേരുകേട്ട ഒരു വ്യക്തിയാണ് ആര്? അലക്സാണ്ടർ ഗർഷൻ ക്രോണ്. അടുത്തത് ഇമ്മാനുവൽ വാലർസ്റ്റീൻ. ഇമ്മാനുവൽ വാലർസ്റ്റീന് എന്താണ്? കാമ്പ്, പ്രാന്തപ്രദേശം, അർദ്ധ പ്രാന്തപ്രദേശ അവസ്ഥകൾ. അതായത് എന്താണ് ലോക വ്യവസ്ഥ അല്ലെങ്കിൽ സിദ്ധാന്തത്തിലൂടെ കോറ്, പെരിഫറി, അതുപോലെ സെമി പെരിഫറി. എന്താണ് പെരിഫറി? അതായത് പ്രാന്തപ്രദേശം അല്ലെങ്കിൽ സെമി പെരിഫറി, അർദ്ധ പ്രാന്തപ്രദേശം. ഈ ഒരു വിഭാഗത്തെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചത് ആരാണ്? ഇമ്മാനുവൽ വാലസ്റ്റീൻ ആണ് കേട്ടോ. അടുത്തത് എറിക് ഹോബ്സ്ബോം. എറിക് ഹോബ്സ്ബോമുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? മൂന്നാമത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. യഥാർത്ഥ സോഷ്യലിസം ആണ് കേട്ടോ. യഥാർത്ഥ സോഷ്യലിസം. അതായത് യഥാർത്ഥ സോഷ്യലിസം എന്നൊരു ആശയവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? എറിക് ഹോബ്സ്ബോം ആണ് കേട്ടോ. എന്താണ്? ഫെർണാണ്ട് ബ്രാഡൽ ആണ്. ഫെർണാണ്ട് ബ്രാഡലുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അതായത് ചരിത്ര രചനയിൽ ഹിസ്റ്ററി അറ്റ് ഡിസ്റ്റൻസ് എന്ന സമീപനവുമായി ബന്ധപ്പെട്ട പ്രമുഖ ചരിത്രകാരനാണ് ഫെർണാണ്ട് ബ്രാഡൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേണലുകളുടെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇനി പറയുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒന്ന് ആണ് PS വാര്യർ അല്ലെ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് 1 ധന്വന്തരി, 2 വജ്രസൂചി, 3 വിവേകോദയം, 4 പരോപകാരി. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? അതായത് PS വാര്യർ ധന്വന്തരി ആണ്. ധന്വന്തരി എന്ന ആയുർവേദ മാസികയുടെ എഡിറ്റർ ആരാണ്? PS വാര്യർ ആണ്. VS വാര്യർ ആണ്. അതുപോലെ വജ്രസൂചിയോ? വജ്രസൂചി എന്ന പ്രസിദ്ധീകരണം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമുക്കറിയാം മൂർക്കോത്ത് ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൂർക്കോത്ത് കുമാരൻ. ഓക്കെ, അടുത്തത് വിവേകോദയം. വിവേകോദയം ആരുമായി ബന്ധപ്പെട്ട? നമുക്കറിയാം വിവേകോദയം ആരുടേതാണ്? കുമാരനാശാന്റെ എന്താണ് മുഖപത്രമാണ്. അതായത് SNDPയുടെ മുഖപത്രമായ വിവേകോദയം മാസികയുടെ എഡിറ്റർ ആരാണ്? കുമാരനാശാനാണ്. അടുത്ത പരോപകാരി. പരോപകാരി എന്ന ജേണലിന്റെ എഡിറ്റർ ആരാണ്? മക്തി തങ്ങളാണ് കേട്ടോ. മക്തി തങ്ങളാണ് പരോപകാരി എന്ന ജേണലിന്റെ എഡിറ്റർ. മക്തി തങ്ങളാണ്. ഇത് ഈ ഒരു ഓർഡർ ആണ് ശരിയായിട്ടുള്ളത്. 32ാമത്തത് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണത്തിന്റെ പേര് നൽകുക. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഇടയ്ക്കാണ് കേട്ടോ. ഇടയ്ക്കാണ് സോപാന സംഗീതത്തിൽ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് കോയിംബിടരൻ. അതായത് കോയിംബിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിന്റെ കഥാപാത്രമാണെന്നാണ് കേട്ടോ. ഏത് ആചാരപരമായ കലാരൂപത്തിന്റെ കഥാപാത്രമാണിത്? കോയിംബിടരൻ അല്ലെങ്കിൽ കോയിംബിട നായർ. ഏത് കലാരൂപത്തിലേതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി മുടിയാട്ടിലേതാണ് കേട്ടോ. മുടിയാട്ട്. കോയിംബിട നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥം അല്ലാത്തത്? ഇതിലേതാണ് ആയുർവേദ ഗ്രന്ഥം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് കേട്ടോ. ആയുർവേദ ഗ്രന്ഥം അല്ലാത്തത്
ആൻസർ ഏതാണ്? ഓപ്ഷൻ എ എന്താണ്? മുകുന്ദമാലയാണ്. ബാക്കി എന്താണ്? മാതംഗലീല, ആലത്തൂർ മണിപ്രവാളം, യോഗാമൃതം, ഇതൊക്കെ എന്താണ്? ആയുർവേദ ഗ്രന്ഥങ്ങളാണ്. മുകുന്ദമാല ആയുർവേദ ഗ്രന്ഥമല്ല കേട്ടോ. എന്താണ് മുകുന്ദമാല? കുലശേഖര ആഴ്വാർ രചിച്ച ഭക്തി സാഹിത്യ കൃതിയാണ്. അതായത് ഒരു സ്തോത്രമാണെന്ന് പറയാം കേട്ടോ. ആരാണ് രചിച്ചത്? കുലശേഖര ആഴ്വാരാണ്. ഇതൊരു ഭക്തി സാഹിത്യ കൃതിയാണ്. അത് ഒരു ആയുർവേദ ഗ്രന്ഥമല്ല. ബാക്കിയുള്ളതൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളാണ്. അടുത്ത 35-ാമത്തത്, ചെങ്ങന്നൂരാത്തി എന്ന വീരകഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ്? ചെങ്ങന്നൂരാത്തി എന്ന വീരകഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി ഇടനാടൻ പാട്ടിലുള്ളതാണ് കേട്ടോ. ചെങ്ങന്നൂരാത്തി എന്ന കഥാപാത്രം ഇടനാടൻ പാട്ടിൽ ഉൾപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക എന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് ശരിയായിട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പക്ഷെ ഇതില് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫൈനൽ ആൻസർ കീയിലൊക്കെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, അല്ല ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തത്. ശരിക്കും വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒരു കാലക്രമം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അഗ്നിസാക്ഷിയാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. 1976-ലാണ് അഗ്നിസാക്ഷി. രണ്ടാമത് 1980-ലാണ് എന്ത്? ഒരു വഴിയും കുറെ നിഴലുകളും. പിന്നെന്താണ്? ആലാഹയുടെ പെൺമക്കൾ 1999-ലാണ് കേട്ടോ. 1999-ലാണ്. ആരാച്ചാരം എടുത്തറിയാം, നമുക്കറിയാം 2012-ലാണ്. അപ്പൊ അഗ്നിസാക്ഷി നമുക്കറിയാം ആരാണ് എഴുതിയിട്ടുള്ളത്? ലളിതാംബിക അന്തർജനത്തിന്റേതാണ്. ഒരു വഴിയും കുറെ നിഴലുകളോ രാജലക്ഷ്മി എഴുതിയിട്ടുള്ളതാണ് അല്ലെ. ആലാഹയുടെ പെൺമക്കൾ നമുക്കറിയാം സാറാ ജോസഫിന്റേതാണ്. ആരാച്ചാറ് ഗെയർ മീരയുടേതാണ്. അപ്പൊ ഇതാണ് ശരിക്കും വരേണ്ടത്. ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണ്. ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ? ഏതൊക്കെയാണ് ഇതില്? ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ്. തമിഴ്, കന്നഡ, തുളു, മലയാളം. തമിഴ്, കന്നഡ, തോട, മലയാളം. 1ഉം 2ഉം 3ഉം ശരിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 38-ാമത്തത്, വയനാട്ടിലെ എടക്കൽ ഗുഹകളും അതിന്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? വയനാട്ടിലെ എടക്കൽ ഗുഹകളും അതിന്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? ഓപ്ഷൻ സി ആണ്, ഫാസറ്റ് ആണ് കേട്ടോ. ഫാസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 39, കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണെന്നാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, ഇരിങ്ങാലക്കുട ക്ഷേത്രമാണ് കേട്ടോ. ഇരിങ്ങാലക്കുട. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക രീതികളുമായി അല്ലെങ്കിൽ ജോലികളുമായി ബന്ധപ്പെട്ട അടിയ സമൂഹത്തിന്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? കാർഷിക രീതികൾ അല്ലെങ്കിൽ ജോലികളുമായി ബന്ധപ്പെട്ട് അടിയ സമൂഹത്തിന്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കമ്പള നൃത്തമാണ്. കമ്പള നൃത്തം. അടുത്തത് 41-ാമത്തെ ക്വസ്റ്റ്യൻ, 1947 ഡിസംബർ 31-ലെ കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതെന്നാണ്? 1947 ഡിസംബർ 31-ലെ കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതെന്നാണ്? ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് മദ്രാസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ ഏതാണെന്നാണ്? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സാമ്പത്തിക സാമൂഹിക ആസൂത്രണമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 43-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയാനാണ് കേട്ടോ. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവന തിരിച്ചറിയാനാണ്. ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണ്, താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. കോർട്ട് മാർഷ്യൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. കോർട്ട് മാർഷ്യൽ കേസുകൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം. പാർലമെന്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ആർക്കാണുള്ളത്? ഈ ഒരു അധികാരം ഉണ്ട് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു ബില്ലിന് അംഗീകാരം നൽകാനോ തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ പാർലമെന്റിനെ തിരിച്ചയക്കാനൊക്കെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അടുത്തത് 44-ാമത്തെ ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആണ് ട്ടോ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ തിരിച്ചറിയാനാണ് ട്ടോ. ഈ പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ തിരിച്ചറിയാനാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആർട്ടിക്കിൾ 388 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എത്രയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. എന്താണെന്നാണ്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, 20 ലക്ഷത്തിന് മുകളിലാണ് ജനസംഖ്യാ പരിധി വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ ആയിരിക്കും. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമോ പ്രധാനമന്ത്രി ഈ സഭാംഗമായ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ ആയിരിക്കും കേട്ടോ രാജ്യസഭയിലെ സഭാ നേതാവ്. അടുത്തത്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ PRI ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം അല്ലെങ്കിൽ MOPR ഡാഷ് ഒരു ഉപഭോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു എന്നാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇ ഗ്രാമസ്വരാജ് ആണ്. ഇ ഗ്രാമസ്വരാജ്, അതായത് ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണ നിർവഹണം കൂടുതൽ സുതാര്യമാവും ആക്കാനും അതുപോലെ കാര്യക്ഷമമാക്കാനും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം തയ്യാറാക്കിയ ഒരു ഏകീകൃത പോർട്ടലാണ് ഈ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2005 RTI ആക്ടിലെ സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനുടെയോ സ്വാതന്ത്ര്യത്തിന്റെയോ സംബന്ധിക്കുന്നതാണ്. അത് ഡേഷിനുള്ളിൽ നൽകണം. എത്ര ദിവസത്തിനുള്ളിൽ നൽകണം എന്നാണ് കേട്ടോ. 2025 RTI ആക്ടിലെ സെക്ഷൻ 7(1) പ്രകാരം, അതായത് ഇൻഫർമേഷൻ ആക്ടിലെ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവന്റെയോ അതുപോലെ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അതിന് വിവരങ്ങൾ നൽകണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിന്റെ ആൻസർ എത്ര ആയിരുന്നു? നമുക്കറിയാം എത്രയാണ്. ഓപ്ഷൻ ഡി 48 മണിക്കൂറിനുള്ളിൽ നൽകണം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, 51ാമത്തെ ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ 4 പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമാണ് കേട്ടോ. ഏത് പ്രസ്താവനകളാണ് ഇതിലും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇതിലെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ് കേട്ടോ. അതായത് എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. അതുപോലെ MGN രേഖ, അതായത് ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായ ഉന്നതി പദ്ധതി. ഇത് രണ്ടുമാണ് എന്ത് ശരിയായിട്ടുള്ളത്. അടുത്തത്, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്നിവയും യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? 42ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 A1 B4 C3 D2 എന്നുള്ളതാണ്. ഒന്ന് നോക്കാം ഏതൊക്കെയാണ്. ഇബിസ് എന്താണ്? ഇബിസ് 2013 ആണ് കേട്ടോ. 2013 ആണ്. B4 ആണ് മേഘ്രാജ് 2014. അതുപോലെ ദീക്ഷ 2017. മേരി പഹ്ചാൻ 2022. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കക്ഷി ചേർത്തിരിക്കുന്നത്? ഇതിൽ ഏത് കൺവെൻഷനിലാണ്? ഏതാണ്?
നമുക്കറിയാം കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ 1982 കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്തത് താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് ട്ടോ. കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 54-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3, 4, 1 എന്നുള്ളതാണ് ട്ടോ. 2, 3, 4, 1. ഫസ്റ്റ് ബ്രിക്സ് ഉച്ചകോടിയാണ്. ഓക്കെ, ബ്രിക്സ് ഉച്ചകോടിയാണ് ആദ്യത്തേത് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ബ്രിക്സ് ഉച്ചകോടി. രണ്ടാമത്തെ ആദ്യ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി. മൂന്നാമത്തത് എന്താണ്? SCO ഉച്ചകോടി. നാലാമത്തത് ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടി. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകളും പരിഗണിച്ച് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ്, അതായത് 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണെന്നാണ് ട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? ഏതാണ്? 2ഉം 4ഉം മാത്രമാണ്. 2ഉം 4ഉം മാത്രം. അതായത് ഇന്ത്യ പസഫിക്, ഇന്തോ പസഫിക്, അതുപോലെ യുറേഷ്യ. ഇതൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിവിഷനുകൾ. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ട്ടോ. ഫസ്റ്റത്തെ കൊടുത്തത് എന്താണ്? ആയുധ നിയന്ത്രണ ഗ്രൂപ്പ് അല്ലെ കൺവെൻഷൻ. പിന്നെ ഇന്ത്യ. ഇത് എന്താണ്? ശരിയായിട്ടുള്ള ലിസ്റ്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. A2, B3, C4, D1 ആണ്. അതായത് അഴിമതിക്കെതിരായ UN കൺവെൻഷൻ. അഴിമതിക്കെതിരായ UN കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? എന്നാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്? ഇന്ത്യ ഇതിൽ ചേർന്നിട്ടുള്ളത് എന്നാണ്? അതായത് 2011 അഴിമതിക്കെതിരായ UN കൺവെൻഷൻ അംഗീകരിച്ചത്. ഇന്ത്യ അംഗീകരിച്ച 2011. അടുത്തെന്താണ്? മിസൈൽ ടെക്നോളജി കൺട്രോൾ ജിം, അതായത് കൺട്രോൾ റെജിം MTCR, അതായത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം MTCR ഇന്ത്യ അംഗമായിട്ടുള്ളത് എന്നാണ്? അതായത് 2016 ചേർന്നിട്ടുള്ളത് ട്ടോ. വികലാംഗരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള കൺവെൻഷനുകളിലോ 2007 അംഗീകരിച്ചു. ഓസ്ട്രേലിയ ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ളത് എന്നാണ്? 2018 ട്ടോ. പറയുന്ന ട്രിബ്യൂണലുകൾ പരിഗണിക്കുക. മുകളിൽ ഈ 3 ട്രിബ്യൂണലുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ പ്രത്യേക ട്രിബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രിബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളും അല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത 58-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇതില് ഏതാണ് ശരി എന്നാണ്. ഏതാണ്? ഓപ്ഷൻ ഡിയും സിയും ശരിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത 51-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ലിംഗഭേദം ഇല്ലാത്ത നിയമം? ഇതിലേതാണ് ലിംഗഭേദം ഇല്ലാത്ത നിയമം ഏതെന്നാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളുടെ സംരക്ഷണ നിയമം 2012. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. ഓക്കെ, എന്തൊക്കെ കൊടുത്ത്? പ്രീ വെജൈനം ടെസ്റ്റ് അല്ലെങ്കിൽ 2 ഫിംഗർ ടെസ്റ്റ്, ലൈംഗിക പീഡനം, സ്ത്രീകൾ ഭർത്താവിന്റെ സ്വത്തായി. ഈ മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഡി ആണ്. അതായത് എയും സിയും ആണ്. അതായത് ബലാത്സംഗ ലൈംഗികാതിക്രമണ കേസുകളിൽ നടത്തുന്ന ഈ പരിശോധന സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ പിന്നെന്താണ്? ഇന്ത്യൻ ക്രിമിനൽ നിയമം സ്ത്രീകളെ ഭർത്താവിന്റെ സ്വത്തായി അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ രണ്ടും എന്താണ്? പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് താഴെ പറയുന്ന നിയമനിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളത്? ഇതിലേതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? ഏത് നിയമമാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ നിയമം 1989, വനാവകാശ നിയമം 2006, പൗരാവകാശ സംരക്ഷണ നിയമം 1985. ഇതൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേട്ടോ, ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് കൊടുത്തത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണെന്നാണ്. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതി നിയമമല്ല.
അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ പരിഗണിക്കുക. സുപ്രീം കോടതി ഈ ഒരു പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം പ്രയോഗിക്കാൻ കഴിയൂ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവയുടെ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഈ മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താല്പര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. തെറ്റ് ഏതെന്നാണ് കണ്ടെത്താനാണ് കേട്ടോ. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. ഏതൊരു വ്യക്തിയും അതിൽ താല്പര്യം പരിഗണിക്കാതെ പൊതു താല്പര്യവും വ്യവഹാരവും ഫയൽ ചെയ്യാൻ കഴിയുന്നതാണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ്. അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലിക അവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് തെറ്റ്. അടുത്തത്, മൗലികാവകാശങ്ങളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ, മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. 2, 3, 5 മാത്രം ശരിയായിട്ടുള്ളത്. ഭരണഘടനയുടെ 3-ാം ഭാഗത്തെ സ്വയം നിർവ്വഹണത്തിനും നിർവ്വഹണപരമല്ലാത്തതുമായ മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. പിന്നെ 3-ാം ഭാഗത്തിൽ വ്യവസ്ഥകൾ പരസ്പരം വേർപ്പെടുത്തുന്നവയെന്നും അല്ലെന്നും സംയോജിത നിർപൂർണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അതുപോലെ എന്താണ്, ആർട്ടിക്കിൾ 20-ഉം 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 2, 3, 5. അടുത്ത ക്വസ്റ്റ്യൻ, വാദം എ, ഭരണഘടനയുടെ ഭാഗം 3-ഉം 4-ഉം ഭരണഘടനയുടെ മനഃസാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കാരണം കൊടുത്തത് എന്താണ്? 4-ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടന ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. അതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1 ശരിയാണ്, പക്ഷെ 6 തെറ്റാണെന്നാണ് കേട്ടോ. ഓക്കെ, ഇനി 67-ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വാദം എ, ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ ആയിരുന്നെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളിയായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. അതിന് കാരണം ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരിയായ സംസ്കൃത ഭാഷയും സാംസ്കാരികവുമാണ്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ 67 ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണെന്നാണ് കേട്ടോ. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരായിരുന്നെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിന് ഇവരെല്ലാം അഭിമാനിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ റീസൺ കൊടുത്തത് തെറ്റാണ്. 68-ാമത്തത്, ശരിയായ ഉത്തരക്കോഡ് ഉപയോഗിച്ച് ഇനി പറയുന്നതിൽ പൊരുത്തപ്പെടാത്തത് ഏതാണ്? ഇതിൽ പൊരുത്തപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ആർട്ടിക്കിൾ 21-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രചരിപ്പിച്ചതുമാണ് കൊടുത്തത്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. തെറ്റായിട്ടുള്ള ജോഡി ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1A, 2C, 3D, 4B എന്നുള്ളതാണ്. അത് പ്രായമായവരുടെ അവകാശം ത്തെ കുറിച്ച് പ്രചരിപ്പിച്ചത് ആരാണ്? അശ്വിനി കുമാർ ആണ്. അതുപോലെ യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്തത് എന്താണ്? ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആരാണ്? അതായത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശത്തെ പറ്റി പ്രചരിപ്പിച്ചത് ആരാണ്? മഹാരാഷ്ട്ര സംസ്ഥാനം പ്രഭാകർ പാണ്ഡുലൻ സാങ്സ്ഗിർ ആണ് കേട്ടോ. അടുത്തത്, മറയ്ക്കപ്പെടാനുള്ള അവകാശത്തെ പ്രചരിപ്പിച്ചത് ഓപ്ഷൻ ഡി നികുഞ്ച് ഡോഡിയാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ. ഗർഭചിത്രത്തിനുള്ള അവകാശത്തെ പറ്റിയത് മീര സന്തോഷ് പാലാണ്, യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്തത്, നിയമവാഴ്ചയുടെ തത്വങ്ങളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് കേട്ടോ. നിയമവാഴ്ചയുടെ തത്വങ്ങളെ കുറിച്ചാണ്. ഓക്കെ, മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്?
ഓപ്ഷൻ ഡി ആണ്, അതായത് 1ഉം 4ഉം മാത്രം. ഇത് മനുഷ്യ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും പരമോന്നത പ്രകടനമാണ്. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്വം, ഏകപക്ഷീയതയില്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്. ഈ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാദം എയും കാരണവും കൊടുത്തിട്ടുണ്ട്. ട്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെന്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കാരണം തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിലേത് ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. എ തെറ്റാണ്, പക്ഷെ ആർ റീസൺ ശരിയാണ്. എ അതായത് ഇത് തെറ്റാണ്. എ എന്താണ് കൊടുത്തിട്ടുള്ള വാദം തെറ്റാണ്, ഇതുപോലെ റീസൺ ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. ഇനി അങ്ങോട്ട് എന്താണ് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാത്സ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. പവിഴപ്പിറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. അപ്പൊ സയൻസിൽ നിന്നുള്ളതാണ്. പവിഴപ്പിറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കാനാണ് കേട്ടോ. ബ്ലീച്ചിങ് പ്രക്രിയയിലെ ഘട്ടങ്ങൾ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഇതില് ഓപ്ഷൻ സി ആണ്. 2, 1, 4, 3 കേട്ടോ. ജലത്തിന്റെ താപനില വർദ്ധിക്കുന്നു. പിന്നെ പവിഴപ്പിറ്റുകൾ അവയുടെ സഹജീവിയാളുകളെ പുറന്തള്ളുന്നു. പിന്നെന്താണ്? പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം കുറയുന്നു. പവിഴപ്പിറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് ബ്ലീച്ചിങ് പ്രക്രിയയുടെ ഘട്ടങ്ങളാണ് കേട്ടോ. 91 വാദം എ, ആഴക്കടൽ കിടങ്ങുകളുടെ രൂപീകരണത്തിന് ഹൈപ്പോറോജനിക് ചലനങ്ങൾ കാരണമാകുന്നു. റീസൺ എന്താണ്? ജെനിസിസിൽ പാറ പാളികൾക്ക് പ്രാദേശികവൽക്കരിക്കുകയും തീവ്രവുമായ മടക്കുകളുടെ വിള്ളലുകൾ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഇതില് ഏതാണ് ആൻസർ എന്താണ് ഇതിന്റെ? 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി, എ തെറ്റാണ്, പക്ഷെ റീസൺ ശരിയാണെന്നുള്ളതാണ് കേട്ടോ. 92ാമത് അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക. ഓക്കെ, അഗ്നിപർവ്വത ഘടകത്തെ ഇതുമായിട്ട് എന്താണ് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ചേരുംപടി ചേർക്കാനാണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 1B, 2A, 3C എന്നുള്ളതാണ്. അതായത് മാഗ്മ ചേംബർ എന്താണ്? മാഗ്മ ചേംബർ ഉപരിതലത്തിനിടയിൽ ഉരുകിയ പാറയുടെ സംഭരണം. കുഴല് മാഗ്മ ഉയരുന്നതിനുള്ള പാതയാണ്. അതുപോലെ വെന്റോ അഗ്നിപർവ്വത വാതകങ്ങളുടെയും വസ്തുക്കളെയും പുറത്തേക്ക് പോകുന്ന ദ്വാരം. ഓക്കെ, 93ാമത്തെ ക്വസ്റ്റ്യൻ, വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ഉപരിതല കാറ്റ് എങ്ങനെയാണ് വീശുന്നതാണ് കേട്ടോ. വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ഉപരിതല കാറ്റ് എങ്ങനെയാണ്? 93B ആണ്. എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പത്തിന്റെ ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? ഭൂകമ്പത്തിന്റെ ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നതാണ്? ഓപ്ഷൻ ബി ആണ്. സമുദ്രത്തിലെ അടിത്തട്ടിന്റെ ആയവും ലംബസ്ഥാന ചലനവുമാണ്. ലംബസ്ഥാന ചലനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 95ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത്? അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത് ഇതിൽ ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ്. വെള്ളം, പാറ, മണ്ണ്, ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതത്തിന്റെ ദ്രുതവും ദ്രാവകവുമായ ചലനം പോലെയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ? എന്താണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്. വി ആകൃതിയിലുള്ള താഴ്വരകളും ഗോർജുകളാണ് കേട്ടോ. 97ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. വർദ്ധിച്ച വിദ്യാഭ്യാസവും അവബോധവും. സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി, നിയമനിർമ്മാണ മാറ്റങ്ങളുടെ അഭാവം, മന്ദഗതിയിലുള്ള സാംസ്കാരിക സാമൂഹികമായ ക്രമീകരണം, ഇതൊക്കെ എന്താണ് സംസ്കാര പിന്നോക്കാവസ്ഥക്ക് കാരണമാകുന്നതാണ് കേട്ടോ. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, A3 അതായത് സോളികകള് കർണാടകയാണ് സംസ്ഥാനം. ഗോത്രങ്ങളും സംസ്ഥാനങ്ങളുമാണ്. സോളികകൾ എവിടാണ്? എവിടെയുള്ളതാണ്? കർണാടകയിലുള്ളതാണ്. അതുപോലെ പിന്നെ എന്താണ്? കോളിസ് മഹാരാഷ്ട്ര. കുറുമ്പകളോ
കുറുമ്പകൾ എവിടാണ്? കുറുമ്പകൾ കേരളത്തിലുള്ളതാണ്. അതുപോലെ ബൈഗാസ് മധ്യപ്രദേശ്. ബൈഗാസ്. 99 ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലാബ്സ് നിരക്കിനെയാണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉപ ഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങളെ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉപോഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? വ്യാപാരക്കാറ്റുകൾ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. എന്താണ്? ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.